ചേലക്കരയെ സംബന്ധിച്ചിടത്തോളം വലിയ ആത്മവിശ്വാസം മൂന്ന് മുന്നണികളും പ്രകടിപ്പിച്ചിരുന്നു. ചേലക്കരയിൽ എം.ജി. മിഥുൻ ചേരുകയാണ് ചേലക്കരയിൽ നിന്നും. മിഥുൻ, വെരി ഗുഡ് മോർണിംഗ്. ഇന്ന് നിശബ്ദ പ്രചാരണം എന്ന് പറയുമ്പോൾ ഒട്ടും സമയമില്ലാത്ത ദിവസമാണെന്ന് പറയാം. നാളെ പോളിംഗ് ബൂത്തിലേക്ക് പോകുമ്പോൾ മനസ്സിൽ എന്തൊക്കെ ഉണ്ടാകണമെന്ന് ആളുകളോട് പറയാൻ സ്ഥാനാർത്ഥികൾ എടുക്കുന്ന ദിവസമാണ് ഇന്ന്. എങ്ങനെയാണ് സ്ഥാനാർത്ഥികളുടെ പര്യടനം, എവിടെയൊക്കെയാണ്? ശ്രുതി, ഗുഡ് മോർണിംഗ്. എന്തായാലും പരസ്യപ്രചാരണം ഇന്നലെ വലിയ പ്രൗഢഗംഭീരമായി തന്നെ ചേലക്കര 28 വർഷത്തിന് ശേഷം കാണാത്ത തരത്തിലുള്ള വലിയ രീതിയിലുള്ള ഒരു ആവേശമായിരുന്നു പ്രകടമാക്കിയത്. അതിനുശേഷം നിശബ്ദ പ്രചരണത്തിലേക്കാണ് ഇപ്പോൾ കടന്നിരിക്കുന്നത്. രാവിലെ മുതൽ തന്നെ ഞാനിപ്പോൾ ഉള്ളത് യു ആർ പ്രദീപിന്റെ വീടിന് മുന്നിലാണ്. അദ്ദേഹം അല്പസമയത്തിനകം തന്നെ നമ്മോട് പ്രതികരിക്കും. അതിനുവേണ്ടിയുള്ള കാത്തിരിപ്പാണ്. മറ്റ് സ്ഥാനാർത്ഥികളും രമ്യ ഹരിദാസും ഒപ്പം തന്നെ കെ ബാലകൃഷ്ണൻ ഉൾപ്പെടെയുള്ള സ്ഥാനാർത്ഥികൾ ഇന്ന് പൌരപ്രമുഖരുമായിട്ടുള്ള കൂടിക്കാഴ്ച, അതുമായി ബന്ധപ്പെട്ടുള്ള ചർച്ചകളിലേക്കൊക്കെയാണ് കടക്കുന്നത്. ഒപ്പം തന്നെ സ്ക്വാഡ് വർക്കുകളുമായി വീടുകൾ കയറിയിറങ്ങി ഒരിക്കൽ കൂടി ആ വോട്ട് ഉറപ്പിക്കുക, തങ്ങൾക്ക് കിട്ടേണ്ട വോട്ടുകൾ അത് ഉറപ്പിക്കുക എന്നുള്ള ലക്ഷ്യത്തോടു കൂടി ഇന്ന് നിശബ്ദ പ്രചാരണത്തിൽ സജീവമാവുകയാണ് പ്രവർത്തകരും ഒപ്പം തന്നെ സ്ഥാനാർത്ഥികളും എന്നുള്ളത് തന്നെയാണ്. ഈ മണ്ഡലത്തിന് പുറത്തു നിന്നുള്ള മറ്റ് നേതാക്കളൊന്നും തന്നെ ഇല്ലാത്ത ഒരു സാഹചര്യമുണ്ട്. അതുകൊണ്ട് തന്നെ ഈ മണ്ഡലത്തിനകത്തുള്ള പ്രാദേശിക നേതാക്കൾ ഉൾപ്പെടെയുള്ളവർ വീടുകൾ കയറിയിറങ്ങി രാവിലെ പുലർച്ചയോടുകൂടി തന്നെ അവർ ഓരോ വീടുകളിലും എത്തി കൃത്യമായി തന്നെ അവരുടെ സംവിധാന അവകാശം തങ്ങൾക്ക് അനുകൂലമായി വോട്ട് രേഖപ്പെടുത്തണമെന്നുള്ള ഒരു അഭ്യർത്ഥനയോടുകൂടി മുന്നോട്ട് പോകുന്ന കാഴ്ചയാണ് നമുക്ക് എന്തായാലും കാണാൻ സാധിക്കുന്നത്. ഏതായാലും ഞാൻ അല്പസമയത്തിനകം തന്നെ നമുക്ക് യു ആർ പ്രദീപിലേക്ക് എത്താൻ സാധിക്കുമെന്ന് തന്നെയാണ് കരുതുന്നത്. ഒപ്പം തന്നെ നമുക്കറിയാം, ചേലക്കരയുടെ ഒരു രാഷ്ട്രീയ സാഹചര്യം നോക്കുമ്പോൾ 28 വർഷമായി ഇടതിനെ കൈവിടാത്ത മണ്ണാണ്. ഒരു ചെങ്കോട്ട എന്ന് തന്നെ നമുക്ക് ഉറച്ചു പറയാൻ സാധിക്കുന്ന ഒരു മണ്ണുകൂടിയാണ് ചേലക്കരയുടേത്. ആ മണ്ണ് നിലനിർത്താൻ LDF സംബന്ധിച്ച് സാധിക്കുമോ, അല്ലെങ്കിൽ അത് കൈവിട്ടു പോകില്ല എന്ന് അവർ ഉറച്ചു വിശ്വസിക്കുകയും ചെയ്യുന്നു. അതിനുവേണ്ടിയുള്ള കൃത്യമായ പ്രവർത്തനം ഏകോപിപ്പിക്കാൻ LDF സംബന്ധിച്ച് സാധിക്കുകയും ചെയ്തിരുന്നു. മുഖ്യമന്ത്രി ഉൾപ്പെടെയുള്ള നേതാക്കൾ എത്തി ക്യാമ്പ് ചെയ്തുകൊണ്ടുള്ള ഒരു പ്രവർത്തനമായിരുന്നു മുൻപെങ്ങും കണ്ടിട്ടില്ലാത്ത തരത്തിൽ ചേലക്കരയിൽ നടത്തിയത്. അതിന്റെ റിസൾട്ട് ഇത്തവണ ഉണ്ടാകുമെന്നുള്ള ഒരു പ്രതീക്ഷയിൽ തന്നെയാണ് LDF ക്യാമ്പ് മുന്നോട്ട് പോവുകയും ചെയ്യുന്നത്. ന്യൂനപക്ഷ വോട്ടുകൾ ഉൾപ്പെടെയുള്ളവർ ഇത്തവണയും LDF അനുകൂലമായി തന്നെ വോട്ട് രേഖപ്പെടുത്തുമെന്നുള്ള ആത്മവിശ്വാസത്തിൽ തന്നെയാണ് സ്ഥാനാർത്ഥി മുന്നോട്ട് പോവുകയും ചെയ്യുന്നത്. അതേസമയം UDF മുൻപെങ്ങും കണ്ടിട്ടില്ലാത്ത തരത്തിൽ വലിയ ആത്മവിശ്വാസത്തിലാണ്. അതായത് ഇത്തവണ ഈ ബാലികേറ മലയായിട്ടുള്ള ചേലക്കര അത് തങ്ങൾക്ക് അനുകൂലമായി വരും, അത് പിടിച്ച് 96 കണക്ക് തീർക്കാൻ സാധിക്കുമെന്നുള്ളൊരു ആത്മവിശ്വാസം UDF സ്ഥാനാർത്ഥി രമ്യ ഹരിദാസും മറ്റ് നേതാക്കളും പങ്കുവച്ചിരുന്നു. അതിന്റെ ഒരു ആത്മവിശ്വാസത്തിന് പിന്നിൽ കൃത്യമായ രീതിയിൽ സ്ക്വാഡ് വർക്കുകൾ നടത്താൻ UDF സംബന്ധിച്ച് സാധിച്ചിരുന്നു. ആദ്യഘട്ട പ്രചാരണത്തിൽ ഒരു മെല്ലെപ്പോക്കായിരുന്നു UDF ഉണ്ടായിരുന്നുവെങ്കിൽ രണ്ടാം ഘട്ടത്തിലേക്ക് കടന്നപ്പോൾ അത് മുൻപ് എങ്ങും കണ്ടിട്ടില്ലാത്ത തരത്തിൽ പ്രതിപക്ഷ നേതാവിന്റെ നേതൃത്വത്തിൽ വലിയ രീതിയിൽ സ്ക്വാഡ് പ്രവർത്തനം നടത്തുന്നു. താഴെത്തട്ടിലടക്കം സജീവമായുള്ള പ്രവർത്തനങ്ങൾ ഉണ്ടാകുന്നു. കുടുംബസംഗമങ്ങളടക്കം കൃത്യമായി സംസ്ഥാന നേതാക്കളെ ഉൾപ്പെടെയുള്ളവരെ എത്തിച്ചുകൊണ്ട് നടത്താൻ സാധിക്കുകയും ചെയ്തു. ആ ഒരു ഘട്ടത്തിലാണ് LDF ഈ ഒരു ആശങ്ക LDF ക്യാമ്പിൽ ഉണ്ടാകുന്നത്. അത് തിരിച്ചറിഞ്ഞുകൊണ്ട് കൃത്യമായ രീതിയിൽ തന്നെ സംസ്ഥാന നേതാക്കളെ ഉൾപ്പെടെയുള്ളവർ, മന്ത്രിമാരെ ഉൾപ്പെടെയുള്ളവരെ രംഗത്തിറക്കിക്കൊണ്ട് കൃത്യമായ പ്രവർത്തനവുമായി മുന്നോട്ട് പോകുന്ന ഒരു സാഹചര്യമായിരുന്നു LDF ക്യാമ്പിൽ ഉണ്ടാകുകയും ചെയ്തത്. അതേസമയം NDA സംബന്ധിച്ച് കെ ബാലകൃഷ്ണനാണ് ഇവിടുത്തെ സ്ഥാനാർത്ഥി. കെ ബാലകൃഷ്ണനെ സംബന്ധിച്ച് കഴിഞ്ഞ തവണ 2021 24,000-ലധികം വോട്ടുകളായിരുന്നു അന്ന് BJPക്ക് സ്വന്തമായുള്ളത്. അതിന് മുകളിലേക്ക് വോട്ടുകൾ ഇത്തവണ പിടിക്കാനാകുമെന്നുള്ളൊരു പ്രതീക്ഷ അവർ പങ്കുവെക്കുന്നു. 30,000 അല്ലെങ്കിൽ 40,000 വരെ വോട്ടുകൾ ഇത്തവണ ലഭ്യമാകുമെന്നാണ് അവർ കരുതുന്നത്. ആ ഒരു വിലയിരുത്തലിന്റെ അടിസ്ഥാനത്തിൽ തന്നെയാണ് കഴിഞ്ഞ ദിവസം നമുക്ക് ആ ഒരു ജനാവലി കാണാൻ സാധിക്കുകയും ചെയ്തത്. അത് ആരുടെ വോട്ടായിരിക്കും ഒരു പക്ഷേ BJP സ്ഥാനാർത്ഥി പിടിക്കുക എന്നുള്ള ഒരു കാര്യമുണ്ട്. ഒപ്പം തന്നെ NK സുധീറിന്റെ സ്ഥാനാർത്ഥിത്വം അത് ആർക്കാണ് വെല്ലുവിളിയാകാൻ പോകുന്നത്? UDF സ്ഥാനാർത്ഥി രമ്യ ഹരിദാസിനാണോ, അതോ LDF സ്ഥാനാർത്ഥി യു ആർ പ്രദീപിനാണോ? അവരുടെ വോട്ട് ബാങ്കിൽ നിന്നാണോ NK സുധീർ വോട്ട് പിടിച്ചെടുക്കുന്നത് എന്നടക്കമുള്ള കാര്യങ്ങൾ കണ്ടറിയേണ്ടിയിരിക്കുന്നു. എന്തായാലും NK സുധീർ ഒരു വെല്ലുവിളിയാകില്ല എന്ന് തന്നെയാണ് നേതാക്കൾ ഉൾപ്പെടെയുള്ളവർ നമ്മോട് പങ്കുവയ്ക്കുകയും ചെയ്യുന്നത്. NK സുധീറിനെ സംബന്ധിച്ച് അവരൊരു വലിയ വെല്ലുവിളിയായി കാണുന്നില്ല. PV ഉയർത്തിയിട്ടുള്ള കാര്യങ്ങളൊന്നും തന്നെ വലിയ വെല്ലുവിളിയായി കാണുന്നില്ല എന്ന് തന്നെ അവർ പറഞ്ഞു വെക്കുകയും ചെയ്യുന്നുണ്ട്. എന്തായാലും നിശബ്ദ പ്രചരണത്തിൽ സജീവമായി തന്നെ സ്ഥാനാർത്ഥികൾ അല്പസമയത്തിനകം തന്നെ അവരുടെ വോട്ടുറപ്പിക്കുന്നതിന് വേണ്ടി രംഗത്തേക്ക് ഇറങ്ങും. പ്രദീപിന്റെ വാക്കുകൾ നമുക്ക് കേൾക്കണം. എന്താണ് അവസാന വട്ടത്തെ അദ്ദേഹത്തിന്റെ ശ്രമങ്ങളെന്ന് നമുക്ക് അറിയണം. മിഥുനിലേക്ക് വരാം. ഞാൻ CV അനുമോദിലേക്ക് ഒന്ന് പോവുകയാണ്.